CK ഉണ്ണികൃഷ്ണൻ ഷൊർണൂരിൻ്റെ മുത്തശ്ശിത്തേന്മാവും മക്കളും എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും ബുദ്ധിയും ശക്തിയും എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ. കഥ ബുദ്ധിയും ശക്തിയും. രാമനും പരമുവും ചങ്ങാതിമാരായിരുന്നു. ഒരു ദിവസം അവർ ചന്തയ്ക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു പെരുങ്കള്ളൻ പതുങ്ങി പോകുന്നത് കണ്ടു. ഇവനെ പിടിച്ച് രാജാവിൻ്റെ മുമ്പിൽ എത്തിച്ചാൽ നല്ല സമ്മാനങ്ങൾ കിട്ടും, തീർച്ച, രാമൻ പറഞ്ഞു. അതിനാണോ ഇത്ര വിഷമം? ഞാനിപ്പോൾ തന്നെ പിടിക്കാം. പരമു കള്ളനെ പിടിക്കാൻ മുന്നോട്ട് നടന്നു. അപ്പോൾ രാമൻ വിലക്കി. വേണ്ട, ഒറ്റയ്ക്ക് അവനെ പിടിക്കാൻ കഴിയില്ല. അവനെ പിടിക്കണമെങ്കിൽ ബുദ്ധി ഉപയോഗിക്കണം. നീ നിന്റെ ബുദ്ധി പ്രയോഗിക്കുന്നതിന് മുമ്പേ ഞാൻ അവനെ പിടിക്കും. നോക്കിക്കോ, അവൻ്റെ കൈകൾ കെട്ടാനുള്ള കയർ വേഗം കൊണ്ടുവാ. ഇത്രയും പറഞ്ഞ് പരമു ഓടിച്ചെന്ന് കള്ളൻ്റെ അരയ്ക്ക് വട്ടം ചുറ്റി ഒറ്റപ്പിടുത്തം. അപകടം മനസ്സിലാക്കിയ കള്ളൻ പരമുവിനെ തള്ളി താഴെയിട്ട് ഓടി രക്ഷപ്പെട്ടു. ചങ്ങാതി, ശക്തി കൊണ്ടൊന്നും അവനെ പിടിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവനെ പിടിക്കാൻ വേറെ വഴിയുണ്ട്. ആ കള്ളൻ ചന്തയിൽ തന്നെ ഉണ്ടാകും. ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ചന്തയിൽ വെച്ച് എന്തു പറഞ്ഞാലും അതിനു വഴിയുണ്ട് എന്ന് മാത്രം പറയണം, രാമൻ പരമുവിനോട് പറഞ്ഞു. ശരി, പരമു സമ്മതിച്ചു. അങ്ങനെ രണ്ടുപേരും ചന്തയിലേക്ക് യാത്ര തുടർന്നു. ചന്തയിലെത്തിയ അവർ കള്ളൻ അവിടെ പതുങ്ങി നടക്കുന്നത് കണ്ടു. ഇതു തന്നെ തക്കം, രാമൻ മനസ്സിൽ കരുതി. രാമൻ വേഗം കയ്യിലിരുന്ന സഞ്ചി കാണിച്ചിട്ട് പരമുവിനോട് എന്തൊക്കെയോ പറഞ്ഞു. അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ കള്ളൻ പതുങ്ങി അടുത്തെത്തി എന്നുറപ്പായപ്പോൾ രാമൻ തുടർന്നു. ഇതിൽ 1000 സ്വർണ്ണ നാണയങ്ങളുണ്ട്. രാജകൊട്ടാരത്തിലെ ഒരാൾ രഹസ്യമായി സൂക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചതാണ്. നമ്മൾ ഇതെവിടെ സൂക്ഷിച്ചു വയ്ക്കും? ഈ വിവരം എങ്ങനെയെങ്കിലും രാജാവിൻ്റെ ചെവിയിലെത്തിയാൽ എൻ്റെയും അവൻ്റെയും തല പോകുമെന്ന കാര്യം ഉറപ്പാണ്. ഇത് കേട്ടതും പരമു പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി ചന്തയിൽ നിന്ന് മടങ്ങി. ഹയ്യടാ, ഇന്ന് നല്ലൊരു കോള് കിട്ടിപ്പോയി. കള്ളന് ഒന്ന് തുള്ളിച്ചാടാൻ തോന്നി. അവൻ രാമനെയും പരമുവിനെയും പിന്തുടർന്നു. വഴിയരികിലെ ഒരു കിണറിൻ്റെ അടുത്തെത്തിയപ്പോൾ രാമൻ ചുറ്റും നോക്കിയ ശേഷം സഞ്ചി കിണറ്റിലേക്കിട്ടു. എന്നിട്ട് പരമുവിനോട് പറഞ്ഞു, നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് ഇതെടുക്കാം. രാമനും പരമവും നടന്നു മറഞ്ഞ ഉടനെ കള്ളനൊരു കയർ കൊണ്ടുവന്ന് കിണറ്റിൻ്റെ അടുത്തുള്ള മരത്തിൽ കെട്ടി. ഒറ്റ ദിവസം കൊണ്ട് 1000 സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയിരിക്കുന്നു. കള്ളന് സന്തോഷം അടക്കാനായില്ല. അവൻ വേഗം കിണറ്റിലേക്ക് ഇറങ്ങി. ഒരു മരത്തിൻ്റെ മറവിൽ നിന്ന് രാമനും പരമവും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. രാമൻ ഒട്ടും സമയം കളഞ്ഞില്ല. ഓടിച്ചെന്ന് മരത്തിൽ കെട്ടിയിരുന്ന കയർ അഴിച്ചുവിട്ടു. അതോടെ കള്ളൻ ബ്ലും എന്ന് കിണറ്റിൽ. ഉടൻ തന്നെ രാമൻ പരമുവിനെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു. രാജകൊട്ടാരത്തിൽ നിന്ന് ആയുധങ്ങളുമായി വന്ന ഭടന്മാർ കിണറ്റിൽ കിടന്ന കള്ളനെ പിടികൂടി രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി.